മലേഷ്യയിലുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം വാങ്ങി ചേച്ചിയുടെ ഹസ്ബൻഡിന് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാമല്ലോ എന്ന് വർഷ പറയുന്നത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് അവിടെ എത്തുന്ന ചന്ദ്രമതി വർഷ പറഞ്ഞതിനെ അനുകൂലിച്ച് ശ്രുതിയോട് സംസാരിക്കുന്നു. ശേഷം നിങ്ങൾ 4 പേര് ഉയർന്ന നിലയിലെത്തണമെന്നും സച്ചിൻ രേവതി ഒരിക്കലും രക്ഷപ്പെടില്ലെന്നും പറയുന്ന ചന്ദ്രമതിക്ക് വർഷ കണക്കിന് കൊടുക്കുന്നു. പിന്നീട് സുധീനെ വിളിക്കുന്ന ശ്രുതിക്ക് ജോലി കിട്ടിയില്ലെന്ന് അറിയുന്നതോടെ വിഷമമാകുന്നു. പിന്നീട് ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാം സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ എത്തുന്ന രേവതി മൂവർക്കും കണക്കിന് കൊടുക്കുന്നു. ഇത് കേട്ട് അവിടെ എത്തുന്ന ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയും ഡ്രൈവർമാരാണെന്ന് പറഞ്ഞ് സച്ചിയെ രവീന്ദ്രനെ അപമാനിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് രവീന്ദ്രനും സച്ചി അവിടെ എത്തുകയും സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം രേവതി ഇനിയും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്ന് സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതി കളിയാക്കുകയും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ശ്രുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് മഹിമ ചന്ദ്രമതിനെ വിളിച്ച് പൊങ്കലിന് മുമ്പുള്ള ചടങ്ങുകൾ നടത്താനായി ഞാൻ നാളെ വരുമെന്ന് പറയുന്നു. തുടർന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്ന മധുസൂദനോട് അധികം താമസിക്കാതെ ശ്രീകാന്തിനെയും വർഷനെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമെന്നും അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും മഹിമ പറയുന്നു. പിന്നീട് ജോലി കിട്ടാതെ വിഷമിച്ച് വന്നിരിക്കുന്ന സുധീനെ സച്ചി കളിയാക്കുകയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതിക്ക് ഹൽവ കൊടുക്കുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.